T20 ലോകകപ്പ് വിജയത്തിന് ശേഷം മലയാളി താരം സഞ്ജു സാംസൺ സിംബാബ്വേയിൽ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നു. താരത്തിൻ്റെ പരിശീലനം നടത്തുന്ന വീഡിയോയും രണ്ടാം T20 മത്സരം നടക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ സഹതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പര്യടനത്തിലെ ഒന്നാം വിക്കറ്റ് കീപ്പറായ സഞ്ജു എത്തിയതോടെ ധ്രുവ് ജുറൽ തുടർന്നുള്ള മത്സരങ്ങളിൽ ടീമിന് പുറത്താവും. എന്നാൽ സഞ്ജുവിന് തൻ്റെ സ്വാഭാവിക പൊസിഷനായ നമ്പർ 3 ലഭിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം നിലവിൽ നടക്കുന്ന പരമ്പരയിൽ ഋതുരാജ് ഗെയ്ക്വാദാണ് വൺ ഡൗണായി കളിക്കുന്നത്. രണ്ടാം T20യിൽ താരം അർദ്ധ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു. ഇനി ജുറലിൻ്റെ പൊസിഷനിലാണെങ്കിൽ സഞ്ജു 4ഓ 5ഓ സ്ഥാനത്ത് കളിക്കേണ്ടി വരും. അഭിഷേക് ഫോമിലായതോടെ ജയ്സ്വാളിനും സ്ഥാനം ലഭിക്കുമോ എന്ന് കണ്ടറിയണം. ഫോമിലല്ലാത്ത ഗില്ലാകട്ടെ ടീമിൻ്റെ ക്യാപ്റ്റനുമാണ്. ലോകകപ്പ് ടീം അംഗങ്ങൾക്ക് BCCI പ്രഖ്യാപിച്ച തുക ഇങ്ങനെയാണ്. കളിക്കാർക്ക് കോച്ചിനും 5 കോടി വീതം ലഭിക്കും. അതായത് ഒരു മത്സരം പോലും കളിച്ചില്ലെങ്കിലും സഞ്ജുവിനും 5 കോടി ലഭിക്കും. മറ്റ് പരിശീലകർക്ക് 2.5 കോടി വീതവും ലഭിക്കും. ഫിസിയോ, ത്രോ ഡൗൺ സ്പെഷ്യലിസ്റ്റ് എന്നിവർക്ക് 2 കോടി വീതവും റിസർവ് താരങ്ങൾക്ക് 1 കോടി വീതവും ലഭിക്കും. സെലക്ഷൻ കമ്മിറ്റിക്കും 1 കോടി വീതം ലഭിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. ആദ്യമായി ഇന്ത്യ ലോകകപ്പ് നേടിയ 1983-ൽ ഇന്ത്യൻ കളിക്കാർക്ക് നൽകാൻ BCCIക്ക് പണമില്ലായിരുന്നു. അതിനാൽ ഫണ്ട് സ്വരൂപിക്കാനായി ലതാ മങ്കേഷ്കറിൻ്റെ നേതൃത്വത്തിൽ സംഗീത നിശ സംഘടിപ്പിച്ചിരുന്നു. അന്ന് സ്വരൂപിച്ച 20 ലക്ഷം രൂപയിൽ ഓരോ കളിക്കാരനും 1 ലക്ഷം രൂപ വീതം ലഭിച്ചു. ലതാ മങ്കേഷ്കർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ വലിയ ഒരു ആരാധികയായിരുന്നു.